അങ്ങനെ പേടിക്കല്ലേ. വിജയേട്ടൻ ജോയിയേട്ടൻ സന്തോഷം അല്ലേ? കളത്തിന്ന് പോയി ബാക്കി ചേട്ടന്മാരുള്ളൂ പോലെ. അല്ല ബിനേട്ടൻ എന്ന് പറയുന്നത് വേറെ ലിസ്റ്റിൽ കിടക്കുന്ന ആളാ. വേറെ ലിസ്റ്റിൽ കിടക്കുന്ന ആളല്ലേ? ആ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഓ സാധാരണ വിളിക്കാൻ മറന്നാ. ഇത് പ്ലാൻ ചെയ്യണ്ടേ? നമ്മൾ 500ന്റെ പ്ലാനല്ല, 500ന്റെ പ്ലാനല്ലേ ഓടിക്കൊണ്ടിരിക്കണത്. പിന്നെ 590ന്റെ പ്ലാൻ ഉണ്ട്. പിന്നത്തെ കഴിഞ്ഞ 660ന്റെ പ്ലാൻ ഉണ്ട്. പിന്നെ എന്റെ ഫസ്റ്റ് കാറ് ഇവിടെന്നാ, ഈ ട്രൂ വാല്യൂ എന്നാ ഞാൻ എടുത്തത്. കുട്ടി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഡീൽ ചെയ്തിരുന്നു. ഗ്യാസ് എടുക്കും. അതെ അവിടെ മൂർക്കനിക്കര വന്നിട്ട്. അത് ശരിയാ. എനിക്കൊരു ഡ്രീം. പൈസ നീ കയ്യിൽ വെച്ച് നിൽക്കുന്ന പൈസ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഗൂഗിളിലില്ല. അപ്പൊ ഇവിടെ 1 മണി 2 അല്ല, നമുക്ക് വേറെ ആരുണ്ടാവാ? ഉള്ളവരെ ആരുണ്ടാവാ അറിയില്ല. ചോദിച്ചോക്കാം ആരോടെങ്കിലും ഉണ്ടോ. നമുക്ക് പോയാലാന്നില്ലേ? ഒരു ലേഡീസ് വണ്ടി കൊണ്ട് പോണ ഒരു വീഡിയോ കണ്ടു. ട്രിപ്പാണ് ലേഡീസ്. അമ്മാമ്മ മകള് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വണ്ടി ഓടിച്ചു പോകും. കാരവാനും ലോറി ഓടിക്കണത് അവര് പോയ സ്ഥലം കണ്ട മഞ്ഞ് നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ജാതി സ്ഥലം, ജാതി. അയ്യോ അല്ല, ഞാൻ മറ്റേ ഇത് കുറച്ചിട്ടുണ്ടായിരുന്നേ, ISO കുറച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി ക്ലാരിറ്റി വരാൻ വേണ്ടിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കടന്നോടുകൂടി ഇട്ടാൽ മതി. ഈ വഴി അതല്ല, ഇതിലല്ല, കുറച്ചതിൽ പോയി ലെഫ്റ്റ് അടിക്കാം. വഴി കൂടെ അവിടെ ചായക്കില്ല കേട്ടോ. അല്ല അവിടെ അവിടുത്തെ പിന്നെ നെല്ലിയാമ്പതി പോണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയനാ. ഇത് ഗ്രൂപ്പിലെങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കനാ. പാലൊക്കെ എനിക്ക് ഓർമ്മ പാലം കഴിഞ്ഞ വഴിക്ക് അവിടെ ഒരു വലത്തെ സൈഡിലൊരു. എന്നിട്ട് ഇവിടെ വെച്ചാ പിടിച്ചേ? ഇവിടെ വെച്ചാ ഈ കയറ്റം കയറുന്ന സമയത്താണ് അലക്ക് ചവിട്ടിയിട്ടേക്കണത്. ഞാനും കൂടിയിട്ട് ഒരു ദിവസം വന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ആളനക്കല്ലോ. ഞങ്ങൾക്ക് പക്ഷെ പേടിയായി ഇവിടേക്ക് വന്നപ്പോ. ഒരാളനക്കല്ല, കാണുമ്പോ ഭയങ്കര നിഗൂഢമായൊരു സ്ഥലമായൊരു ഫീലിംഗ്. പ്രത്യേക മണ്ണം, അമ്പലം, ഒരു മനുഷ്യ കുഞ്ഞില്ല. എങ്ങനെയുണ്ടായിരുന്നു അമ്പലല്ല?
ഹലോ അതിൻ്റെ ആ കാർഡ് പൈസ അടയ്ക്കുന്ന കാർഡ് എടുത്ത് ഫോട്ടോ അയച്ചാൽ ഞാൻ ഓണാക്കി തരാം. അച്ഛാ എല്ലാവരും ബില്ല് ഒടുങ്ങി. കുറേ ആൾക്കാർ ഒരു 10-800 കണക്ഷൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി 10-200-250 കണക്ഷനുള്ള ആൾക്കാരിൽ േക്കാളും മൈൻഡുള്ളവനാണ്. അങ്ങനെ കൂടുതൽ ആൾക്കാരായിട്ടൊന്നും കാണാൻ പോവില്ല. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. സോഫ്റ്റ്വെയർ ആ പാലത്തിന്റെ പേര് ഇരുമ്പ് പാലെന്നോ? ഇതിന്റെ ഉള്ളിലേക്ക് കേറാൻ പാടില്ലല്ലോ അല്ലേ? കേറിയിട്ട് നീ അതിനില്ല. നിനക്ക് ഫീൽ ചെയ്താ? നിങ്ങൾ ആരും പോവാത്ത സ്ഥലം. സാധനങ്ങളൊക്കെ ഇവിടെ നീ അങ്ങനെ പേടിക്കല്ലേ. ആൾക്കാരൊക്കെ പോകുന്നതും വരുന്നതുമായ സ്ഥലമാണത്. അല്ലാണ്ട് ആരും സഞ്ചരിക്കാത്ത സ്ഥലങ്ങളല്ലത്. ഉള്ള ആരും ഇല്ല അതുകൊണ്ട്. പക്ഷെ ഇത് കിട്ടാവോ? റിസോർട്ടിനല്ലേ? ഇത് കിട്ടാൻ ചെയ്യില്ല. നമുക്ക് ഇത് മതി. വേറെ സ്വിമ്മിംഗ് പൂളൊന്നും വേണ്ട. ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിങ്ങളെന്തായാലും എന്ത് മൃഗമായാലും നിങ്ങളെ മൽപ്പിടിക്കുന്ന അറിയാം. ഇപ്പൊ ഞാൻ കൈമടല ഓടി രക്ഷപ്പെടാം. ഓടി രക്ഷപ്പെടും.
എങ്ങനെയെങ്കിലും നോക്കും. ഞാൻ പെടില്ലല്ലോ, ഞാൻ സെന്ററിലല്ലേ. സന്തോഷാണ്ടത് മുന്നേ അറിയാന്ന്. ഐ എന്നിട്ടൊരു ശബ്ദം കേട്ടല്ലോ. പിന്നെ ആ എന്തൊരു സൗണ്ട് കേൾക്കണ്ട അവിടുന്ന്, ഏതോ ഒരു മൃഗത്തിന്റെ. പക്ഷെ ജാതി ചെയ്യുമ്പോ സ്ഥലം അത് അവിടെ. ആ കൊരങ്ങുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ആ കൊരങ്ങന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. അത് കൊരങ്ങന്മാരെ സൗണ്ട്. അത് ആക്രമിക്കോ അവര്? ഏയ് കൊരങ്ങന്മാരെ ആക്രമിക്കൊന്നുമില്ല. പക്ഷെ 2 ദിവസം സ്റ്റേ ചെയ്യാൻ കിട്ടണോ? 2 നൈറ്റ് സ്റ്റേ ചെയ്യാൻ കിട്ടും. ക്യാമറയിൽ കാണുമ്പോഴുള്ള രസത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഞാനത് പല സെറ്റിങ്സുകളും ചെയ്ത് വെച്ചണ കാരണം കേട്ടോ. അല്ലാണ്ട് സാധാരണ ഒരു ക്യാമറയിൽ ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല. വണ്ടി ഒരു ഫോണി സാധനങ്ങളൊക്കെ ഇത് കിടക്കണം. ചെറുത് ഇനി ഇവിടേക്കൊന്നും അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. അധികം വരില്ല. ഇപ്പൊ എന്താ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാ ഒരു 400 മീറ്റർ ഉണ്ട് അതിന്റെ ഫ്രണ്ട്. അപ്പൊ കറക്റ്റ് ഗേറ്റിന്റെ അവിടെ ബസ് സ്റ്റോപ്പും ഒക്കെ ആയിട്ടായിരുന്നു അതിന്റെ അവിടെ വന്നപ്പോ ആളുടെ ചെറിയൊരു വീട്, ആ വീടിന്റെ മുന്നിൽ ഒരു റൂം എടുത്തിട്ടായിരുന്നു ആള് ബിസിനസ് ചെയ്യുന്നത്. പോകാനായിട്ട് നിങ്ങൾ ആ സുധാകരന്റെ വീട്ടിൽ കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങളുടെ പണിക്കാരെങ്കിലും ആ ഭാഗത്തോടെ വഴി കൂടെ പോകുമ്പോ എന്നെ മേടിച്ച് പോകണം പറയും. സുധാകരന്റെ വീട്ടിൽ കൊടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഓണാണ്. എനിക്കോ ഞാൻ അതാലോചിക്കുന്നത്, എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് എങ്ങടെയെങ്കിലും യാത്ര പോണതാണോ? ആ സിക്കിമ അല്ല, മറ്റേ എന്നിട്ടാണ് പുറത്താണോ? ആ അല്ല, ഇന്ത്യക്ക് നേപ്പാളില്. അതല്ലേ. അല്ല അവിടെ ചെന്നിട്ടേ ട്രെയിനിന് പോവാ. അവിടെ ചെന്നിട്ട് വണ്ടിയൊക്കെ വാടകയ്ക്ക് കിട്ടും, ബൈക്കൊക്കെ. അല്ലെങ്കിൽ ട്രെയിനിന് പോയിട്ട് ഇപ്പോ ഞാൻ ചില ആൾക്കാരെ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെന്താ ചെയ്യണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടുന്ന് ട്രെയിനിന് പോവും. അതിൽ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ബസ് യാത്ര, ബസ് ടിക്കറ്റ് എടുത്ത് ഇറങ്ങി അടുത്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങി അങ്ങനെയൊക്കെ പോവാം. അടിപൊളിയാണ്. അങ്ങടല്ലേ എക്സ്പീരിയൻസ് കൂടും. ആ അതെ അതെ, എനിക്ക് അങ്ങനെയായിട്ട് ഇഷ്ടം. എനിക്ക് ഒരു കാറിലിരുന്ന് പോണേക്കാൾ ഇഷ്ടം എനിക്ക് അങ്ങനെയാണ്. പക്ഷെ പിള്ളേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളായിട്ടൊരു യാത്ര ചെലവും കൂടും. നമ്മള് മാക്സിമം ചെലവ് ചുരുക്കി കടത്തിണ്ണാമ കിടന്നുറങ്ങി അങ്ങനത്തെ ഒക്കെ യാത്രയാണ് എനിക്കിഷ്ടം. ഇല്ലല്ലേ? എനിക്ക്
എനിക്ക് അങ്ങനത്തെ യാത്ര അങ്ങനൊന്നും പറ്റില്ല. പിറ്റേ ദിവസം നമ്മുടെ ബോഡി ഈ പ്രായം നിങ്ങൾ ഈ പറഞ്ഞ പോലെ 30 വയസ്സിന്റെ സമയത്തൊക്കെ അത് വിഷയമല്ലായിരുന്നു നമുക്ക്. ഞങ്ങള് മരണം ഉണ്ടായിരുന്നു. സ്കൂട്ടറിൽ പിന്നെ തന്നെയല്ലേ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് മേടിക്കണം. അൽക്കാസർ എന്താണോ അൽക്കാസർമ പിടിച്ചേക്കണ പോലെ.